ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്ടിവിറ്റി 1, 2, 3 എന്നിവ പഠിച്ചു കഴിഞ്ഞു. ഇനി ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് പഠിക്കുന്നത്. അതിവിടെ ആക്ടിവിറ്റി 1 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. യു നോ സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ്. നമ്മൾ റോഡിലൊക്കെ സൈൻ പോസ്റ്റ് കണ്ടിട്ടുണ്ട്, ട്രാഫിക് സിഗ്നൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എഴുത്തിലും അതുപോലെ തന്നെ സംഭാഷണത്തിലും ഉപയോഗിക്കുന്ന ചില കണക്റ്റിംഗ് വേർഡ്സിനെ ആണ് സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ് എന്ന് പറയുക. സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ് ആർ വേർഡ്സ് ഓർ ഫ്രേസസ് ദാറ്റ് ഗൈഡ് ദി റീഡർ ഓർ ദി ലിസണർ ത്രൂ എ പീസ് ഓഫ് റൈറ്റിംഗ് ഓർ സ്പീക്കിംഗ്. അപ്പോൾ ഇവിടെ ഡ്രൈവർ ഗൈഡ് ചെയ്യാൻ വേണ്ടി സൈൻ പോസ്റ്റുകൾ നമുക്ക് കാണാം. ഇപ്പോൾ നാഷണൽ ഹൈവേ നമ്മൾ ഓടുന്ന റൂട്ടിൽ ഡ്രൈവറെ സഹായിക്കുന്ന ചില സൈൻ പോസ്റ്റുകൾ, ഉദാഹരണത്തിന് കേരളത്തിൽ ഒരു 11 നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്നുണ്ട്. അതിലവിടെ NH-46. അപ്പോൾ ഡ്രൈവർക്ക് അത് സഹായമാണ് ഏത് റോഡിലൂടെയാണ് പോകുന്നത്. അല്ലെങ്കിൽ NH-544, 183. ഇപ്പോൾ NH-46 പനവേൽ ടു കന്യാകുമാരി, മഹാരാഷ്ട്ര സ്റ്റേറ്റിനെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്ട് 678 കിലോമീറ്റർ ദൂരമുള്ള റോഡാണ് NH-66. അപ്പോൾ അവിടെ, അല്ലെങ്കിൽ സേലം ടു കന്യാകുമാരി ടു സേലം 462 കിലോമീറ്റർ. ഇത്തരത്തിലുള്ള സൈൻ പോസ്റ്റുകൾ നമുക്ക് റോഡിൽ കാണാം. ഇറ്റ് ഹെൽപ്സ് us ഫൈൻഡ് ഔട്ട് അവർ വേ വെൻ വി ആർ ലോസ്റ്റ്. ഇറ്റ് ഷോസ് ദി ഡയറക്ഷൻ വി നീഡ് ടു ടേക്ക്. അപ്പോൾ അങ്ങോട്ട് റൈറ്റിലോട്ടാണെങ്കിൽ അവിടെ ഈ ടെക്സ്റ്റിൽ കാണിച്ച രീതിയിൽ ഒരു ആരോ ഇവിടെ കാണാം. അപ്പം അവിടെ അതിൻ്റെ ഒരു സൈൻ പോസ്റ്റ് അവിടെ വെച്ചിരിക്കും. ലെഫ്റ്റ്, റൈറ്റ്, നേരെ, എങ്ങനെയൊക്കെയുള്ള ഡയറക്ഷൻ ഇത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ നമ്മൾ സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും ഉപയോഗിക്കുന്ന ചില കണക്റ്റിംഗ് വേർഡ്സിനെയാണ് അല്ലെങ്കിൽ ഫ്രേസിനെയാണ് സൈൻ പോസ്റ്റ് എന്നതുകൊണ്ട്, എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ അതിനെ നമുക്ക് കണക്റ്റീവ്സ് ഓർ ലിങ്കേഴ്സ് എന്നും പേര് വിളിക്കാം. അപ്പോൾ സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ് ആർ അതർവൈസ് നോൺ ആസ് ലിങ്കേഴ്സ് ഓർ കണക്റ്റീവ്സ്. ഇനി പ്രധാനമായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു 3-4 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ലിങ്കേഴ്സും ഫങ്ഷൻസും, കൺക്ലൂഷൻ, സൈമൾട്ടേനിയസ് ഇവൻസ്, കോൺസിക്വൻസ്, റിസൾട്ട്, കാസ് ആൻഡ് ഇഫക്റ്റ്, സീക്വൻസ്. നമുക്ക് അത് ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കം ടു ദി ബ്ലാക്ക് ബോർഡ്. ഓക്കെ, സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ്. ഇൻട്രൊഡ്യൂസിങ് എ ടോപ്പിക്. ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള വേർഡ്സുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഫ്രേസ് ഉപയോഗിക്കുന്നു, ലിങ്കേഴ്സ് ഉപയോഗിക്കുന്നു. ദെൻ ആഡിങ് മോർ ഇൻഫർമേഷൻ. കൂടുതൽ പ്രസംഗത്തിൽ തന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് നൽകിക്കൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ എഴുത്തിൽ കൂടുതൽ ഇൻഫർമേഷൻ അതിനെക്കുറിച്ച്, ആ പറയുന്ന വസ്തുതയെക്കുറിച്ച് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സീക്വൻസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കോൺട്രാസ്റ്റിംഗ് സിറ്റുവേഷൻസിൽ ചില പദങ്ങൾ ഉപയോഗിക്കുന്നു. കാസ് ആൻഡ് ഇഫക്റ്റ് ഓർ റിസൾട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നു. സമറൈസ് ചെയ്യാൻ ഓർ കൺക്ലൂഷന് വേണ്ടി, സമപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഷിഫ്റ്റിംഗ് ഫോക്കസ് ഓർ ചേഞ്ചിങ് ടോപ്പിക്സ്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഉടൻ തന്നെ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് മറ്റൊരു ടോപ്പിക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചില പദങ്ങൾ അപ്ലൈ ചെയ്യുന്നു. റെഫറിങ് ബാക്ക് ഓർ ഫോർവേഡ്. ലെറ്റസ് സ്റ്റഡി 1 by 1 എക്സാമ്പിൾ. ഇപ്പോൾ ഇൻട്രൊഡ്യൂസിങ് എ ടോപ്പിക് ഓർ ബിഗിനിങ് എ ന്യൂ സെക്ഷൻ. ഒരു പുതിയ സെക്ഷൻ ആരംഭിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അത് എങ്ങനെ, ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് ഓർ ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത്
അങ്ങനെ നമുക്ക് തുടങ്ങാം. ഓർ ഫസ്റ്റ് ലെറ്റസ് കൺസിഡർ എന്ന് തുടങ്ങാം. അത് ഇൻട്രൊഡ്യൂസിങ് എ ടോപ്പിക് ഓർ ബിഗിനിങ് സെക്ഷൻസ്. അവിടെ ലൈക്ക് ടു ഡിസ്കസ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ലെറ്റസ് കൺസിഡർ. അതൊക്കെ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഫ്രേസുകളാണ്. ഇവിടെ നമുക്ക് ആ റീഡറെയോ അല്ലെങ്കിൽ ലിസണറെയോ റീഡറെയും ലിസണറെയും ഒരുപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻട്രൊഡ്യൂസിങ് ടേംസ് ആണ്. ദെൻ ആഡിങ് മോർ ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില കണക്റ്റിംഗ് വേർഡ്സ് ആണ് ഓർ ലിങ്കേഴ്സ് ആണ്. നെക്സ്റ്റ് ഫർദർ മോർ, ഇൻ അഡീഷൻ, മോർ ഓവർ, ഫോർ ഇൻസ്റ്റൻസ് ഇതൊക്കെ ഉപയോഗിക്കുന്നു. ദെൻ സീക്വൻസിന് വേണ്ടി ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ്ലി ഓർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ. നെക്സ്റ്റ്, ദെൻ, ഫോളോയിങ് ദിസ്, സബ്സിക്വൻ്റ്ലി ഇതൊക്കെ സീക്വൻസ് കിട്ടാൻ വേണ്ടി പ്രഭാഷണത്തിലും അതുപോലെ തന്നെ റൈറ്റിങ്ങിലും ഉപയോഗിക്കുന്ന ലിങ്കേഴ്സ് ആണ്. ദെൻ കോൺട്രാസ്റ്റിങ്ങിന് വേണ്ടി ഹൗ എവർ, ഓൺ ദി അതർ ഹാൻഡ്, നെവർത്തിലെസ്, ഡെസ്പൈറ്റ്, ലൈക്ക്വൈസ്, ഇൻ കോൺട്രാസ്റ്റ് ഈ ഫ്രേസോ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാം. ദെൻ കോസ് ആൻഡ് ഇഫക്റ്റ് ഓർ റിസൾട്ടിന് വേണ്ടി കോൺസിക്വൻ്റ്ലി, ദെർഫോർ, ഹെൻസ്, ബിക്കോസ് ഓഫ്, ദസ്, സോ ഇത്തരം പദങ്ങളും അപ്ലൈ ചെയ്യാം. ദെൻ സമറൈസ് ഓർ കൺക്ലൂഷന് വേണ്ടി ഇൻ സമ്മറി, ഇൻ കൺക്ലൂഷൻ, ടു സം അപ്പ്, ഫൈനലി, ടു റീക്യാപ്പ് ഈ പദങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്രേസുകൾ അപ്ലൈ ചെയ്യാം. ദെൻ ഷിഫ്റ്റിംഗ് ഫോക്കസ് ഓർ ടോപ്പിക്, ചേഞ്ചിങ് ടോപ്പിക്, മൂവിങ് ഓൺ ടു, ലെറ്റ് us turn our attention to ഇതേ രീതിയിൽ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ലെറ്റ് us consider next. Then referring back or forward, as I mentioned earlier, returning to what I said about. I will come back to these points later. These are the phrases or words used to guide the reader or the listener through a piece of speech or writing. അപ്പോൾ what is a sign posting expression ചോദിച്ചാൽ sign posting expressions are words or phrases to guide the reader or the listener through a piece of speaking or writing. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. ടെക്സ്റ്റിലെ എക്സസൈസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പാസേജ് വന്നിട്ടുണ്ട്. നൗ റീഡ് ദി പാസേജ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദി ഡിഫറൻസസ് ഇൻ their ഫ്ലോ ഓഫ് ഐഡിയാസ്. ഒരു ആദ്യത്തെ പാരഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് രണ്ടാമത്തെ പാരഗ്രാഫ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം you have to read the first paragraph, then identify what are the words used as linkers ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്യുക. ഞാൻ വായിക്കാം. മാർക്ക് ആന്റണി begins his eulogy cleverly stating that he has no intention of praising Caesar. He highlights Caesar's generosity and kindness to the people of Rome. He slyly turns the table on the conspirators, questioning their motives and loyalty. The crowd's emotions quickly shifts from calm to anger and outrage. Antony plainly exposes the conspirators' treachery. The crowd becomes furious, demanding justice. Antony's masterful oration succeeds in expertly stirring the Romans to avenge the murder. ഇവിടെ ബിയിൽ മാർക്ക് ആന്റണി begins his eulogy cleverly stating that he has no intention of praising Caesar. നമ്മൾ when we observe the first sentence of the first paragraph and first sentence of the second paragraph, അവിടെ ഒരു കോമ ഫസ്റ്റ് സെൻറ്റൻസിൽ യോളജി, രണ്ടാമത്തെ സെൻറ്റൻസിൽ അതില്ല, വ്യത്യാസം മൊത്തത്തിൽ പറയുന്നതേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ദെന്നിലാണ്. ദെൻ ഹി ഹൈലൈറ്റ്സ്, അപ്പോൾ മാർക്ക് ആന്റണി then he highlights Caesar's generosity and kindness to the people of Rome. Then third sentence നെക്സ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു.
He slyly turns the tables on the conspirators, questioning their motives and loyalty. Then fourth sentence started. Meanwhile, the crowd's emotions quickly shift from calm to anger and outrage. Then fifth sentence, following this, Antony plainly exposes the conspirators' treachery. Then sixth sentence begins with, consequently, the crowd becomes furious, demanding justice. Finally, seventh sentence start ചെയ്തിരിക്കുന്നത്, finally, Antony's masterful oration succeeds in expertly stirring the Romans to avenge the murder. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് സെൻറ്റൻസിൽ ദെൻ, തേർഡ് സെൻറ്റൻസിൽ നെക്സ്റ്റ്, ഫോർത്തിൽ മീൻവൈൽ, ഫിഫ്ത്ത് സെൻറ്റൻസ് ഫോളോയിങ് ദിസ്, സിക്സ്ത് കോൺസിക്വൻലി, സെവൻത് ഫൈനലി. ഇത് ഇങ്ങനെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള ദീസ് ആർ നോൺ ആസ് ലിങ്കേഴ്സ് ഓർ സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ്. ലിങ്കേഴ്സ് ഓർ കണക്ടിവിറ്റീസ്, ഇല്ലെങ്കിൽ ഇതിനെ നമുക്ക് കണക്ടിവിറ്റീസ് എന്ന് പറയാം. ഇനി these are known as signposting expressions or linkers. These are known as signposting expressions or linkers. Now compare the flow of ideas in passage A and passage B. How does the use of linkers in passage B improve the coherence and flow of information? അപ്പം ആ ഒരു സ്പീച്ചിന് ഇതിങ്ങനെ ചേർത്ത് കഴിയുമ്പോഴും ആ ലിസണേഴ്സിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ചില എക്സ്പ്രഷൻസ് ആണ്. ദെൻ, നെക്സ്റ്റ്, മീൻവൈൽ, ഫോളോയിങ് ദിസ്, കോൺസിക്വൻലി, ഫൈനലി. പിന്നെ നമ്മൾ നേരത്തെ ഓരോന്നിനെ കുറിച്ചും ടോപ്പിക്കിനെ കുറിച്ച് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. ഈ സൈൻ പോസ്റ്റിംഗ് അവിടെ OGPITSSN, OGPITSSN ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അൺസ്ക്രാബിൾ ദി ജംബിൾ ആൻഡ് ഫൈൻഡ് ദി വേർഡ്. ഇത് എന്താണ്? സൈൻ പോസ്റ്റിംഗ്. SIGN, സൈൻ പോസ്റ്റ്. ഓക്കെ, ഇതിവിടെ ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ മാച്ച് ദി ലിങ്കേഴ്സ് ടു ദെയർ ഫങ്ഷൻസ് ഇൻ ദി ഫോളോയിങ് ടേബിൾ. ഇവിടെ മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ലിങ്കേഴ്സിനെ. ഫസ്റ്റ് വൺ, ദെൻ. ദെൻ എന്തിനെയാണ് മെൻഷൻ ചെയ്യുന്നത്? കോൺസിക്വൻസ്, സീക്വൻസ്, റിസൾട്ട്. Then stands for consequence, sequence or result. Then next sequence അല്ലെങ്കിൽ ഓർഡറിനെ മെൻഷൻ ചെയ്യുന്ന അതിൻ്റെ ഫങ്ഷൻ അതാണ്. Then meanwhile സൈമൾട്ടേനിയസ് ഇവൻസിനെ സൂചിപ്പിക്കുന്നു. ഫോളോയിങ് സീക്വൻസിനെ സൂചിപ്പിക്കുന്നു. കോൺസിക്വൻലി കോസ് ആൻഡ് ഇഫക്റ്റിനെ സൂചിപ്പിക്കുന്നു. ഫൈനലി ഇൻഡിക്കേറ്റ്സ് ദി കൺക്ലൂഷൻ. ഇതാണ് അത് മാച്ച് ചെയ്തിരിക്കുന്നത്. വൺസ് അഗെയിൻ, ദെൻ, ഫങ്ഷൻ ഓഫ് ദെൻ, കോൺസിക്വൻസ്, സീക്വൻസ്, റിസൾട്ട്. നെക്സ്റ്റ്, ഫങ്ഷൻ ഓഫ് സീക്വൻസ്, ഓർഡർ. മീൻവൈൽ സൈമൾട്ടേനിയസ് ഇവൻറ്റ്സ്. ഫോളോയിങ് സീക്വൻസ്. Consequently, cause and effect. Then finally indicates the conclusion. Okay. Next, fill in the blanks with the appropriate signposting expressions, choosing from those given in brackets. ബ്രാക്കറ്റിൽ ഒരു പാസേജ് തന്നിട്ടുണ്ട്. പാസേജില്ല, 3 സെൻറ്റൻസുകൾ. അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻ ഉപയോഗിക്കുക. ഫസ്റ്റ് വൺ, Pele dragged the old man away from the mud and locked him up in the chicken coop. Also then soon. അവിടെ Pele dragged the old man away from the mud and then locked him up in the chicken coop. തുടർന്ന് എന്നുള്ള അർത്ഥത്തിൽ Pele dragged the old man away from the mud. ആ മഡിൽ നിന്ന് പെലയോ ഓൾഡ് മാനെ പിടിച്ചു വലിച്ചു. എന്ത് ചെയ്തു? തുടർന്ന് locked him
up in the chicken coop. Chicken coopil ittu പൂട്ടി. Then second one, Elisenda was burdened with work, dash the arrival of the crowd to see the very old man. Afterwards, following additionally. Answer, Elisenda was burdened with work following the arrival of the crowd to see the very old man. Then third one, dash the old man was just an imaginary dot on the horizon of the sea. Last sentence of the first lesson. A very old man with enormous wings എന്ന പാഠത്തിലെ അവസാനത്തെ സെൻറ്റൻസ് ആണ് ഇത്. ഫൈനലി ദി ഓൾഡ് മാൻ വാസ് ജസ്റ്റ് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദി ഹൊറൈസൺ ഓഫ് ദി സീ. ഹൗവർ ഉണ്ട്, ദെയർഫോർ ഉണ്ട് ഫൈനലി. ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ലെസൺ ഈസ് ഗോയിങ് ടു കൺക്ലൂഡ്. അവിടെ ഒരു കൺക്ലൂഷൻ. ഫൈനലി ദി ഓൾഡ് മാൻ വാസ് ജസ്റ്റ് ആൻ imaginary dot on the horizon of the sea. That is the last sentence of the first lesson. Then പിന്നെ let us team up group project. അതാണ്. The passages in this unit introduced a number of social issues relevant to our world today. This has sensitized us to the need to uphold certain essential values of life. Shall we make a list of the values we would need to develop? Acceptance, kindness, tolerance, friendship. ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാനാ? ദി പാസേജ് ഇൻ ദിസ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ നമ്പർ ഓഫ് സോഷ്യൽ ഇഷ്യൂസ് റെലവൻറ്റ് ടു അവർ വേൾഡ് ടുഡേ. പാസേജ് റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇന്ന് ഡേ ടു ഡേ ഓർ നൗ ഡേയ്സ് വി ആർ ഫേസിങ് സോ മെനി സോഷ്യൽ ഇഷ്യൂസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ദിസ് ആസ് സെൻസിറ്റൈസ്ഡ് ആസ് ടു ദി നീഡ് ടു അപ്ഹോൾഡ് സർട്ടൻ എസെൻഷ്യൽ വാല്യൂസ് ഓഫ് ലൈഫ്. താഴെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഷാൽ വി മേക്ക് എ ലിസ്റ്റ് ഓഫ് ദി വാല്യൂസ് വി വുഡ് നീഡ് ടു ഡെവലപ്പ്. നമുക്ക് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതിനെ ഡെവലപ്പ് ചെയ്യുക. അക്സെപ്റ്റൻസിനെ കുറിച്ച് ഒരു പാസേജ് തയ്യാറാക്കുക. കൈൻഡ്നെസ്സിനെ കുറിച്ച്, ടോളറൻസിനെ കുറിച്ച്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്. Why are these values important? Let us form groups and discuss. ക്ലാസ്സിൽ കുട്ടികൾ പല ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വേൾഡ് വാല്യൂസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 17th October every year to raise awareness on the practice of values around the world. Let's organize a values fair to promote greater understanding and to encourage people to reflect on the values that are most important in life. അതുപോലെ തന്നെ എല്ലാ ഒക്ടോബർ 17 വേൾഡ് വാല്യൂസ് ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നു. അവിടെ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ഗ്രൂപ്പ് ചർച്ച ഇതിനെക്കുറിച്ച്, അതിൻ്റെ വാല്യൂസിനെ കുറിച്ച് ഒരു വാല്യൂ ഫെയർ. ലെറ്റ് us organize a value fair to promote greater understanding and to encourage people to reflect on the values that are most important in life. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും മൂല്യം കൽപ്പിക്കുന്നില്ല. അത്തരത്തിലുള്ള മൂല്യമുള്ള കാര്യങ്ങളെക്കുറിച്ച്, വാല്യബിൾ ആയിട്ടുള്ള വസ്തുതകളെക്കുറിച്ച്, ഇപ്പോൾ അക്സെപ്റ്റൻസിനെ കുറിച്ച് ധാരാളം എഴുതാം. കൈൻഡ്നെസ്, ടോളറൻസ്, ഫ്രണ്ട്ഷിപ്പ്. അതുപോലെ നിങ്ങൾക്ക് പ്രസംഗങ്ങൾ തയ്യാറാക്കാം. വേണമെങ്കിൽ ഒരു 2 ടോപ്പിക്ക് ഞാൻ പറയാം. Do Indian women enjoy the freedom that our democracy ensures? Do Indian women enjoy the freedom that our democracy ensures? നമ്മുടെ ജനാധിപത്യം എൻഷുർ ചെയ്യുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. ഡു ഇന്ത്യൻ വിമൻ എൻജോയ്? അത് യഥാർത്ഥത്തിൽ ഫലവത്തായി തീർന്നിട്ടുണ്ടോ? അട്രോസിറ്റീസ് അഗൻസ്റ്റ് വിമൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അട്രോസിറ്റീസ്, ഇവയെക്കുറിച്ചൊക്കെ പാസേജ് തയ്യാറാക്കുക, പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഐ ഹോപ്പ് ദാറ്റ് ഐ ഹാവ് ഡൺ വെരി വെൽ ദീസ് 3 ലെസൺസ് ആൻഡ് എക്സർസൈസസ് ഗിവൺ ഇൻ ദി ഫസ്റ്റ് യൂണിറ്റ്. ഇപ്പോൾ ഈ 3 പാഠങ്ങളും വളരെ ഭംഗിയായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പോയിൻറ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾ കാര്യമായിട്ട് ഫസ്റ്റ് ടേം എക്സാം ഇപ്പം ജൂൺ ജൂലൈ കഴിയുമ്പോഴത്തേക്കും ഈ യൂണിറ്റ്
ജൂലൈ പകുതിയാകുമ്പോഴത്തേക്കും ഈ യൂണിറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടൈം ഷെഡ്യൂൾ. അപ്പോൾ അതനുസരിച്ച് നന്നായി പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. I will give the answer. So please subscribe, share and support me. Thank you so much.